നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ലാഭവിഹിതത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മിക്ക കമ്പനികളുടെയും ചിലവുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മാർജിൻ ചുരുക്കുകയും വരുമാന വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്യും. യുദ്ധം കാരണം ഇന്ധനവില ഉയർന്നുകൊണ്ടിരിക്കുകയും വിതരണ ശൃംഖലകൾ ദുർബലമാവുകയും ചെയ്തിരിക്കുകയാണ്. അതിനാൽ കോർപ്പറേറ്റ് വരുമാനത്തിൽ കാര്യമായ ആഘാതം ഉണ്ടാകുമെന്നും 2027 സാമ്പത്തിക വർഷത്തിൽ ലാഭം 10 മുതൽ 15% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉയർന്നു വരുന്ന വെല്ലുവിളികൾ വളർച്ചയെ ബാധിച്ചേക്കും. പ്രത്യേകിച്ച് എണ്ണയെ ആശ്രയിക്കുന്ന മേഖലകളിലെ കമ്പനികൾ പദ്ധതികൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ വരുമാനത്തിൽ വലിയ തോതിൽ ആഘാതം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഏപ്രിൽ 2ാം വാരം മുതൽ ഇത് പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ചെറിയ കമ്പനികൾക്ക് മാർജിനുകൾ ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന ജൂൺ പാദത്തിലും വരുമാനം കുറയും. പണപ്പെരുപ്പം ഉയർന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കുകൾ ഉയർത്താനും സാധ്യതയുണ്ട്. പലിശ നിരക്ക് ഉയർത്തിയാൽ വിലക്കയറ്റവും ഇതിന് പിന്നാലെ വരും. ഇത് എയർലൈനുകൾ, തുണിത്തരങ്ങൾ, പെയിന്റിങ്ങുകൾ, വളങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെ ബാധിച്ചേക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം ദീർഘകാലം നീണ്ടു നിൽക്കില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇത് പരിഹരിക്കപ്പെടുമെന്ന് മിക്ക വിദഗ്ധരും പ്രതീക്ഷിക്കുന്നു. സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആഘാതം കൂടുതൽ ഗുരുതരമായിരിക്കും. യുദ്ധം കാരണമുള്ള പ്രശ്നങ്ങൾ 13.75 ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് വരുമാനത്തെ അപകടത്തിലാക്കുമെന്നാണ് റിസർവ് ബാങ്ക് കണക്കുകൂട്ടുന്നത്. ഈ സാഹചര്യത്തിൽ വരുമാന നഷ്ടം 2.75 ലക്ഷം കോടി രൂപയിലെത്താം. ഇത് GDP-യുടെ 0.8% തുല്യമാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 60% പശ്ചിമേഷ്യയാണ് നൽകുന്നത്. അതോടൊപ്പം LNG-യുടെ ആവശ്യകതയുടെ ഒരു പ്രധാന ഭാഗവും നൽകുന്നതിനാൽ ഈ മേഖലയിലെ കമ്പനികളുടെ വരുമാനത്തെ അത് വലുതായി ബാധിക്കും. 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ വരുമാനത്തിൽ യുദ്ധം കാരണമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 2027 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിൽ ഏകദേശം 10% കുറവാണ് പ്രതീക്ഷിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ കമ്പനികളുടെ അറ്റാദായം 1.5% വർദ്ധിച്ചതായി RBI കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന ക്രൂഡ് ഓയിൽ വില, ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധം മൂലമുണ്ടാവുന്ന വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കമ്പനികൾക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതം നേരിടേണ്ടി വരും.